ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ 2.11 എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്താണ് കപ്പാസിറ്റേഴ്സ്? A capacitor is a system of two conductors separated by an insulator. വ്യക്തമാക്കാം. അതായത് രണ്ട് കണ്ടക്ടേഴ്സ്, അതിനിടയ്ക്കായിട്ട് ഒരു ഇൻസുലേറ്റർ വെച്ചിരിക്കുന്ന ആ സിസ്റ്റത്തിനെ നമ്മൾ കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഇത് രണ്ട് കണ്ടക്ടേഴ്സാണ്. ഒരു കണ്ടക്ടർ 1, ഇത് കണ്ടക്ടർ 2. എന്ത് ചെയ്തു? നമ്മളതിനെ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഒരു കണ്ടക്ടറിലേക്ക് പോസിറ്റീവ് ടെർമിനൽ കൊടുത്തു, രണ്ടാമത്തെ കണ്ടക്ടറിലേക്ക് നെഗറ്റീവ് ടെർമിനൽ കൊടുത്തു. അപ്പോൾ ഈ കണ്ടക്ടറിന് പോസിറ്റീവ് ചാർജ് +Q കിട്ടി, രണ്ടാമത്തെ കണ്ടക്ടറിന് മൈനസ് ചാർജ് അതായത് -Q കിട്ടി. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഇൻസുലേറ്റർ വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ചാർജ് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ +Q എന്നുള്ള ചാർജ് കൊടുത്തപ്പോൾ അതിന് V1 എന്നുള്ള പൊട്ടൻഷ്യൽ കിട്ടി. ഇവിടെ -Q എന്നുള്ള ചാർജ് കൊടുത്തപ്പോൾ അതിന് V2 എന്നുള്ള പൊട്ടൻഷ്യലും കിട്ടി. ഇതിൻ്റെ നെറ്റ് ചാർജ് എന്തായിരിക്കും? ഈ സിസ്റ്റത്തിൻ്റെ നെറ്റ് ചാർജ് എന്തായിരിക്കും? +Q ഇവിടെ -Q ഇവിടെ, അപ്പോൾ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ദ കണ്ടക്ടേഴ്സ് ആർ ചാർജ്ഡ് ബൈ കണക്റ്റിംഗ് ദം ടു ദ 2 ടെർമിനൽസ് ഓഫ് ദി ബാറ്ററി. ഈ കണ്ടക്ടറിനെ നമ്മൾ ചാർജ് ചെയ്യാണ്. ഒരു കണ്ടക്ടറിന് പോസിറ്റീവ് ടെർമിനൽ കൊടുത്തു, മറ്റേ കണ്ടക്ടർ നെഗറ്റീവ് ടെർമിനൽ കൊടുത്തു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് കിട്ടിയത്, അല്ലേ? പിന്നെ ടോട്ടൽ ചാർജ് ഇപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 0 ആണ്. ഈ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി എന്താണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമുക്കറിയാം, ഈ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ V1 ആണ്, ഈ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ V2 ആണ്. സ്വാഭാവികമായിട്ടും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V1 - V2 ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 - V2, അതാണ് V, is the work done per unit positive charge in taking a small test charge from the conductor 2 to 1 against the field. എന്താ പറയാനുള്ള കാരണം? ഇവിടെ പോസിറ്റീവ് ചാർജാണ്, ഇവിടെ നെഗറ്റീവ് ചാർജാണ്. ഇതിനിടയ്ക്കായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കണ്ടക്ടറിൽ നിന്ന് 2 എന്നുള്ള കണ്ടക്ടറിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ 1 എന്നുള്ള കണ്ടക്ടറിലേക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെതിരായിട്ട് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള വർക്ക് ഡണ്ണിനെ പറയുന്ന പേരാണ്, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു വാട്ട്? V1 - V2 ആയിരിക്കും. സോ V ഈസ് ഈക്വൽ ടു V1 - V2 ആയിരിക്കും. ഇത് ആക്ച്വലി എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മൾ കൊടുത്ത ബാറ്ററിയുടെ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ കൊടുത്ത ബാറ്ററിയുടെ വോൾട്ടേജ് V ആണ്. അപ്പോൾ V എന്നുള്ളത് ആക്ച്വലി V1 - V2 എന്നുള്ളതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് ആ കൊടുത്തിരിക്കുന്ന ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുത്തിരിക്കുന്ന ടെർമിനൽസിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ മാറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ റിമൈൻ ദ സെയിം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അത് V1 - V2 ഒരു മാറ്റവും സംഭവിക്കില്ല. എന്തായിരിക്കും കാരണം? അതായത് അവിടെ +Q എന്നുള്ള ചാർജ് ഒന്നാമത്തെ കണ്ടക്ടറിന് കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ കണ്ടക്ടറിന് -Q എന്നുള്ള ചാർജ് കിട്ടിയിട്ടുണ്ട്. ആ ചാർജാണ് അവിടെ V1 എന്നുള്ള പൊട്ടൻഷ്യലും V2 എന്നുള്ള പൊട്ടൻഷ്യലും ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ചാർജിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ മാറാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓൾസോ ദ കണ്ടക്ടേഴ്സ് വിൽ നോട്ട് ലോസ് ഇറ്റ് ചാർജ്. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറുന്നില്ല, അതുകൊണ്ട് കണ്ടക്ടേഴ്സിന് ചാർജ് നഷ്ടപ്പെടുന്നില്ല. ഈ ചാർജ് അവിടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന 2 കണ്ടക്ടേഴ്സ് വെറുതെ ഇരിക്കുകയായിരുന്നു. ആ കണ്ടക്ടേഴ്സിന് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് 2 കണ്ടക്ടറും ചാർജ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ചാർജ് ആ സിസ്റ്റത്തിൽ നിന്ന് പോകുന്നില്ല. ഈ സിസ്റ്റത്തിനെയാണ് പറയുന്നത് എന്ത്? കപ്പാസിറ്റർ. ഇതാണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. കപ്പാസിറ്റർ ഈസ് എ അറേഞ്ച്മെൻറ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. ഈ സിസ്റ്റം ആണ് നമുക്ക് ഒരു ചാർജ് സ്റ്റോർ ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അതായത് കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി ചാർജസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഗസ് നോക്കാം. ഒരു കണ്ടക്ടർ മാത്രമാണെന്ന് വിചാരിക്കുക. അതായത് 2 കണ്ടക്ടർ, ഫസ്റ്റ് നമ്മൾ കണ്ടക്ടർ 1 കണ്ടക്ടർ 2 എന്ന് പറയുന്നത്, രണ്ടാമത്തെ കണ്ടക്ടർ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാം? ആ കണ്ടക്ടറിനെ കപ്പാസിറ്ററായി കൺസിഡർ ചെയ്യാൻ കഴിയുമോ?
കഴിയും. If you take only one conductor, it can also be considered as a capacitor, as the other conductor is assumed to be placed at infinity. രണ്ടാമത്തെ കണ്ടക്ടർ ഇൻഫിനിറ്റിയിലാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കണ്ടക്ടർ ആയി കഴിഞ്ഞു. ഒന്ന് ഫൈനൈറ്റ് ഡിസ്റ്റൻസിലും രണ്ടാമത്തെ കണ്ടക്ടർ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലുമാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു കപ്പാസിറ്ററായിട്ട് കണക്കാക്കാം. ഇനി ഞാൻ ആ ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ കൊടുത്തത് 12 വോൾട്ടായിരുന്നു. ആ വോൾട്ടേജ് കുറച്ച് കൂട്ടിയെന്ന് വിചാരിക്കാം. ഇഫ് ഇൻക്രീസ് ദ വോൾട്ടേജ് ഓഫ് ദി കണ്ടക്റ്റഡ് ബാറ്ററി, എന്ത് സംഭവിക്കും? കൊടുക്കുന്ന വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ആ കണ്ടക്ടേഴ്സിന് കിട്ടുന്ന ചാർജ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ കൂടും. അപ്പോൾ പ്ലസ് ക്യൂ കൂടുമ്പോൾ V1 കൂടും, മൈനസ് ക്യൂ കൂടുമ്പോൾ V2 കൂടും. അതിൻ്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായി മാറും? V1 മൈനസ് V2 കൂടും. അതായത് നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷനാണ്? സ്റ്റോർഡ് ചാർജിന് പ്രൊപ്പോർഷനാണ്. കൊടുക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് കുറവാണെങ്കിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിൻ്റെ അളവ് കുറവായിരിക്കും. കൊടുക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ കൂട്ടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്റ്റോർഡ് ചാർജ്. ഇനി ഒരു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ, നമ്മളിപ്പോൾ കപ്പാസിറ്റർ ഒരു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? അവിടെ ഇതേപോലെ തന്നെ നമുക്ക് പറയാം, ക്യൂ എന്നുള്ള ചാർജ് ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ നമ്മൾ കൊടുത്തു വിചാരിക്കുക. അതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ എന്താണ് അവിടുത്തെ പൊട്ടൻഷ്യൽ? നമ്മൾ പഠിച്ചാണ് V is equal to 1/4π0 Q/R. ഇഫ് ഇൻക്രീസ് ദ ചാർജ്, ഞാനിവിടെ ക്യൂ ആണ് കൂട്ടുകയാണ്, എന്ത് സംഭവിക്കും? അതിൻ്റെ ഫലമായിട്ട് ആറിന് മാറ്റം വരുന്നില്ല, V കൂടും. അല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ തിരിച്ചും പറയാം, അപ്പോൾ എന്ത് കൂടും? ചാർജ് കൂടും. ഇവിടെ എന്താ വ്യക്തമാവുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ്. പ്രൊപ്പോർഷണൽ ടു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയേണ്ട, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ്. അതേസമയം രണ്ട് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ്. ഓക്കെ, അത് പൊട്ടൻഷ്യൽ V ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് പ്രൊപ്പോർഷണൽ ടു Q. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V is proportional to Q എന്ന് എഴുതാം, or Q is proportional to V. Q is proportional to V, or Q is equal to a constant. ആ കോൺസ്റ്റന്റ് അവിടെ C എന്നാണ് കൊടുക്കുന്നത്, C into V. Q is equal to CV, or C equal to what? C is equal to Q by V. C is equal to Q by V. This constant C is called the capacitance of the conductor. This constant C is called the capacitance of the conductor. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിവിടെ പറഞ്ഞത് എത്രയേ ഉള്ളൂ? വോൾട്ടേജ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിൻ്റെ അളവ് കൂടുന്നു. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ്, ഓർ V is proportional to Q, or Q is proportional to V. That is Q is equal to CV, or C is equal to Q by V. എന്ന് പറഞ്ഞാൽ എന്താ? Q കൂടുന്നതിനനുസരിച്ച് ഇവിടെ Vയും കൂടും. അപ്പോൾ Q by V എന്നുള്ളൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം Q കൂടുന്നതിനനുസരിച്ച് V കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സിയുടെ വാല്യൂ മാറ്റം വരുന്നില്ല. ഈ കോൺസ്റ്റന്റ് സിക്ക് പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കാര്യം കൂടി പറയാം. അതായത് ഇവിടെ വോൾട്ടേജ് കുറയുമ്പോൾ, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? സി കൂടുന്നതായിട്ട് കാരണം ബി കുറയുന്നതുമായി ബന്ധപ്പെട്ട് വോൾട്ടേജ് കുറയുക എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞു കൊടുത്തെങ്കിൽ അതിൽ ഒരുപാട് ചാർജ് സ്റ്റോർ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് കപ്പാസിറ്റൻസ് കൂടുതലാണെന്നുള്ളതാണ്. അതായത് വി കുറയുന്നതിൻ്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് സി കൂടുന്നു. കുറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസിലും കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ ആ സിസ്റ്റത്തിന് കഴിയുമെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് കൂടുതലാണ് എന്ന് പറയാം. ഓക്കെ, ഇനി കപ്പാസിറ്റൻസ് ഒരു പുതിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പരിചയപ്പെടാം. ദി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് 1 ഫാരഡ് എന്നാണ് പറയുന്നത്. 1 ഫാരഡ്, ഒരു ഫാരഡ് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ഫാരഡ് ഈസ് ഈക്വൽ ടു, ചാർജിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുളം, വോൾട്ടേജിൻ്റെ യൂണിറ്റ് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ട് വോൾട്ട്, സോ കുളം പെർ വോൾട്ട്. സോ 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 കുളം വോൾട്ട് റേസ് ടു -1, ഓർ 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 CV റേസ് ടു -1. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുളം എന്നുള്ള ചാർജ് മനസ്സിലാക്കി പറഞ്ഞ കുളം ഈസ് അത് വലിയൊരു ബിഗർ യൂണിറ്റാണ്. അതേപോലെ ഇവിടെ ഫാരഡ് ഈസ് എ വെരി ബിഗർ യൂണിറ്റ്. നമ്മൾ സാധാരണ കോമൺ ആയി ഉപയോഗിക്കുന്ന യൂണിറ്റ്സുകൾ ഫാരഡ് എന്നല്ല. ഇതൊക്കെയാണ് മില്ലി ഫാരഡ്. 1 millifarad is equal to 10 raised to -3 farad. 1 microfarad is equal to 10 raised to -6 farad. 1 nanofarad is equal to 10 raised to -9 farad.
1 picofarad is equal to 10 raised to minus 12 farad. ഓക്കെ, ഇനി കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. നമ്മുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇക്വേഷൻ C is equal to Q by V. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യൂവിൻ്റെ ഡയമെൻഷൻ എഴുതും, വിയുടെ ഡയമെൻഷൻ എഴുതും, കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ C is equal to ഡയമെൻഷൻ ഓഫ് Q ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് V. Q എന്ന് പറഞ്ഞാൽ എന്താ? 80 ആണ്. അതായത് I is equal to Q by 80 ആണ്. സോ Q is equal to 80 ആണ് ഡയമെൻഷൻ. പൊട്ടൻഷ്യൽ ഡയമെൻഷൻ എങ്ങനെ കണ്ടെത്താൻ പറ്റും? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ബൈ ചാർജ് ആണ്. വർക്കിൻ്റെ ഡയമെൻഷൻ എന്താ? ml² t raised to minus 2 by 80. അപ്പോൾ ml² t raised to minus 3 a raised to minus 1. ഈ ക്വാണ്ടിറ്റിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 80 by ml² t raised to minus 3 a raised to minus 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m raised to minus 1 l raised to minus 2. ഇവിടെ t ഉണ്ട്, t raised to minus 3 മുകളിലേക്ക് പോകുമ്പോൾ t raised to 4. അതുപോലെ ഇവിടെ a ഇവിടെ ഉണ്ട്, a raised to minus 1 മുകളിലേക്ക് പോകുമ്പോൾ a². അപ്പോൾ ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് കപ്പാസിറ്റൻസ്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്തറിഞ്ഞാൽ മതി? C is equal to Q by V എന്നറിഞ്ഞാൽ മതി. ക്യൂവിൻ്റെ ഡയമെൻഷൻ നമുക്ക് ആദ്യം അറിയുന്നതാണ്. അതേപോലെ വിയുടെ പൊട്ടൻഷ്യൽ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. W by Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും m raised to minus 1 l² t raised to 4 a². ഓക്കെ, ഇനി എങ്ങനെയാണ് കപ്പാസിറ്റൻസിൻ്റെ സിമ്പൽ എന്താണ് നോക്കൂ. എ കപ്പാസിറ്റർ ഇസ് ദ ഫിക്സഡ് കപ്പാസിറ്റൻസ്. അതായത് ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കുന്ന കേസ്, നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂസ് ഫിക്സഡ് വാല്യൂസുള്ള കപ്പാസിറ്റർ നമുക്ക് വരാൻ കഴിയും. മൈക്രോഫാരഡ്, നാനോഫാരഡ്, അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് പൈക്കോഫാരഡ് എന്നൊക്കെയുള്ള കപ്പാസിറ്റേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് നമ്മൾ ഡയഗ്രാംസ് ഒക്കെ ഇലക്ട്രിക്കൽ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ ഒക്കെ സിമ്പൽസ് വേണം. ഇതാണ് ഇതിൻ്റെ സിമ്പൽ. 2 പാരലൽ ലൈൻസ്, ഇവിടേക്ക് 2 ലൈൻസ് ഇങ്ങനെ കണക്ഷനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫിക്സഡ് കപ്പാസിറ്ററിൻ്റെ സിമ്പൽ. ഇനി ചില സമയത്ത് വാരിയബിൾ കപ്പാസിറ്റർ ഉപയോഗിക്കാറുണ്ട്. അതായത് ട്യൂണിങ് പർപ്പസിനൊക്കെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാറ്റേണ്ടതായ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മൾ ആ വാരിയബിൾ കപ്പാസിറ്റൻസിനെ ഷോൺ ചെയ്യുന്ന ഈ തരത്തിലാണ്. ഇതേ കേസ് തന്നെ, പക്ഷേ ഇവിടെ ഒരു ആരോ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാരി ചെയ്യപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നതാണ് റിയോസ്റ്റാറ്റ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വാരി ചെയ്യാം. ഇപ്പോൾ പറഞ്ഞത് കപ്പാസിറ്റൻസ് യൂണിറ്റ് ഫാരഡാന്ന് പറഞ്ഞു. അതിൻ്റെ ഡയമെൻഷൻ അതുപോലെ അതിൻ്റെ സിമ്പൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായിട്ട് ഒരു സ്ഫെറിക്കലായിട്ടുള്ള സോളിഡ് അല്ലെങ്കിൽ ഹോളോ കണ്ടക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോളിഡ് കണ്ടക്ടർ ആയിക്കോട്ടെ, എന്തായിരിക്കും അതിൻ്റെ കപ്പാസിറ്റൻസ്? ക്വസ്റ്റ്യനാണ്. എങ്ങനെ ചെയ്യും? അതായത് ഒരു കണ്ടക്ടർ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. കണ്ടക്ടർ നമ്മൾ കൊടുത്തിരിക്കുന്ന ചാർജ് Q ആണ്, അതിൻ്റെ റേഡിയസ് R ആണ്. ഓക്കെ, ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ട് മുന്നേ V is equal to 1/4πε0 Q by R. ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? C is equal to Q by V is equal to Q by V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 Q by R. Q ക്യാൻസൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4πε0 R. സോ C is equal to 4πε0 R. 4 കോൺസ്റ്റൻ്റ് ആണ്, π കോൺസ്റ്റൻ്റ് ആണ്, ε0 ആൾറെഡി നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്. സോ C is proportional to R. അപ്പോൾ സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ സോളിഡ് ആയി കഴിഞ്ഞാലും വേണ്ടില്ല, ഹോൾ ആയി കഴിഞ്ഞാലും വേണ്ടില്ല, അതിൻ്റെ റേഡിയസ് കൂടുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനുള്ള ചാർജ് കൂടുതൽ അതിന് സ്റ്റോർ ചെയ്യാൻ കഴിയും. അതിൻ്റെ കപ്പാസിറ്റൻസ് ടു സ്റ്റോർ ദി ചാർജസ് ഈസ് ഇൻക്രീസിങ് ആണ് സംഭവിക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഡയമെൻഷൻ, ജോമെട്രിക്കലായിട്ട് ഡയമെൻഷൻ, അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ലെങ്ത് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പലതരം കപ്പാസിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് വ്യക്തമായി പഠിക്കാനുണ്ട്. പിന്നെ സ്ഫെറിക്കൽ കപ്പാസിറ്ററുകളുണ്ട്, സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അതിൻ്റെ ജോമെട്രിക്കലായിട്ട് ഡയമെൻഷനെ കൂടി അതിൻ്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കും. ഇനി ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും എൻ്റെ റേഡിയസ്? നമ്മുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അതായത് C is equal to 4πε0 R ആണെങ്കിൽ നമുക്കറിയാം C is equal to 1 ഫാരഡ്, മൈക്രോ അല്ല, 1 ഫാരഡ്. R is equal to ക്വസ്റ്റ്യൻ മാർക്കാണ്, R അറിയില്ല. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? C is equal to 4πε0 R. സോ 1 is equal to 4πε0 R. സോ what is R? R is equal to 1/4πε0. വാട്ട്സ് വാല്യൂ 4/4πε0 നമുക്ക് കൃത്യമായിട്ട് ആദ്യമേ പഠിച്ചതാണ്.
എന്താണ് 9 × 10⁻⁹ എന്നുള്ളതാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 9 × 10⁻⁹ മീറ്റർ എന്നുള്ളതാണ്. നമുക്ക് അതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 9 × 10⁻⁶ കിലോമീറ്റർ. ഇറ്റ്സ് എ വെരി ബിഗർ ക്വാണ്ടിറ്റി അല്ലേ? ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 6 × 10⁻³ കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി അതുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ പ്രാക്ടിക്കലി എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ യൂണിറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് കോമൺലി യൂസ്ഡ് യൂണിറ്റ്സ് ആർ പൈക്കോ ഫാരഡ് അല്ലെങ്കിൽ മില്ലി ഫാരഡ് അല്ലെങ്കിൽ നാനോ ഫാരഡ് ഒക്കെ ഉപയോഗിക്കാനുള്ള കാരണം. അതായത് ഫാരഡ് ഈസ് എ വെരി വെരി ബിഗർ യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കണ്ടക്ടറിന് ചാർജ് കൊടുക്കാമെന്ന് പറഞ്ഞു. എത്ര ചാർജ് അതിന് വേണ്ടി കൊടുക്കും എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നമുക്ക് കണ്ടക്ടറിന് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ചാർജ് വരെ അതിന് കൊടുക്കാൻ കഴിയും? ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ട്. അതായത് നോക്കൂ, ഇവിടെ ഒരു കണ്ടക്ടറിനെ സ്ഫെറിക്കൽ കണ്ടക്ടറിനെ ഞാൻ ഒരുപാട് ചാർജ് കൊടുത്തു, മാക്സിമം ചാർജ് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ കപ്പാസിറ്റൻസ് കൂടും അല്ലേ? കപ്പാസിറ്റൻസ് കൂടും. പക്ഷേ എത്ര കണ്ട് കൊടുക്കാൻ പറ്റും? കാരണം ഇവിടെ ചാർജ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് വോൾട്ടേജ് കൂടുതലേ. അതായത് Q ഈസ് പ്രൊപ്പോർഷണൽ ടു V ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലാണ്. ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടും, ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡായി നമുക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഇതിന് ചുറ്റുമുള്ള എയറാണ് വിചാരിക്കുക. എയറിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അയണൈസ് ചെയ്യും. എന്താ അയണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയണുകളും നെഗറ്റീവ് അയണുകളായിട്ട് മാറ്റപ്പെടും. ഓക്കെ, എന്നിട്ട് ഇതിൽ നെഗറ്റീവ് അയണുകൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഈ നെഗറ്റീവ് അയോണുകൾ ഇവിടെയുള്ള ഈ പോസിറ്റീവ് അയണിനെ വന്നിട്ട് ന്യൂട്രലൈസ് ചെയ്യും. ബാക്കി ഇവിടെ എന്ത് മാത്രമേ കാണുള്ളൂ? പോസിറ്റീവ് ചാർജുകൾ കാണും. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിൻ്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതിനാണ് ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കണമെന്ന് വെച്ചാൽ അതിന് ലിമിറ്റ് ഉണ്ട്. അതായത് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മീൻസ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് Q കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ്. അത് നമ്മൾ കൊടുക്കുന്ന ചാർജ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? Qയും Vയും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ദി കണ്ടക്ടേഴ്സ്. ഈ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ചുറ്റുമുള്ള എയറിനെ അയണൈസ് ചെയ്യും. thereby neutralizing the charge of the capacitor. എന്താണ് ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ നെഗറ്റീവ് ചാർജുകൾ ഈ ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് ചാർജ് മൊത്തം കുറയ്ക്കും. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? മാക്സിമം ചാർജ് ഇവിടെ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫലമായിട്ട് ചുറ്റുമുള്ള എയർ അയണൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിന്റെ വാല്യൂ, ചാർജിന്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു മാക്സിമം സ്ട്രെങ്ത്, നമുക്ക് എത്ര ചാർജ് കൊടുക്കാമെന്നുള്ള ചാർജ് കൊടുക്കുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടും. അപ്പോൾ മാക്സിമം എത്ര ഇലക്ട്രിക് ഫീൽഡ് അതിന് കൊടുക്കാൻ പറ്റും? മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് എ ഡൈഇലക്ട്രിക് മീഡിയം ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ Q ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൂടും. പക്ഷേ ഈ കൂടി കഴിഞ്ഞാൽ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ആ ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ എത്ര ഇലക്ട്രിക് ഫീൽഡ് വരെ കൊടുക്കാൻ പറ്റും? എത്ര ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക പറഞ്ഞാൽ മാക്സിമം കൊടുക്കുമ്പോൾ എത്ര ചാർജ് വരെ കൊടുക്കുക. അതായത് ഇലക്ട്രിക് ഫീൽഡ് ചാർജിങ് കണക്റ്റഡാണ്. അപ്പോൾ നമുക്ക് എത്ര ചാർജ് വരെ കൊടുക്കുക എന്നുള്ളത് അതിന് ചുറ്റുമുള്ള മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. the maximum electric field that a dielectric medium can withstand without breakdown അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിന്റെ മാക്സിമം വാല്യൂ ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ കൊടുക്കാവുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. എയറിന്റെ കേസിൽ എയർ എന്ന് പറഞ്ഞ് ഇൻസുലേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എയറിന്റെ ഏറെക്കുറെ വാല്യൂ 3 × 10⁻⁶ V/m ആണ്. അപ്പോൾ ഇതിലും കൂടിയ ഒരു ഇലക്ട്രിക് ഫീൽഡാണ് കൊടുത്തതെങ്കിൽ അവിടെ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ നടക്കുന്നു. അപ്പോൾ നമ്മുടെ കപ്പാസിറ്ററിന്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കുറയുന്നു അല്ലെങ്കിൽ ഇല്ലാതെയാവുന്നു. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഇസ് ഇറ്റ് പോസിബിൾ ടു സ്റ്റോർ എ ചാർജ് ഓഫ് 1 coulomb ഇൻ എ കണ്ടക്ടർ ഓഫ് റേഡിയസ് 1 cm when it is placed in air? എന്താ ചോദ്യം? ഒരു കണ്ടക്ടർ, അതിന് റേഡിയസ് 1 cm ആണ്. അങ്ങനെയാണെങ്കിൽ ആ കണ്ടക്ടറിന് 1 coulomb ചാർജിന് എയറിലിരിക്കുന്ന സമയത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യേണ്ടത്? നമ്മളതിൻ്റെ എയറിലാണ് ഇരിക്കുന്നുണ്ട്. എയറിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിന്റെ വാല്യൂ 3 × 10⁻⁶ V/m നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ മതി.
അതായത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 1 കൂളം ചാർജാണ്, ഈ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ പോയിന്റ് ചാർജ് 1/4πε0 Q/r². അപ്പോൾ 9 × 10⁻⁹ ഇൻറ്റു 1/1 കുളമാണ് ബൈ 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.01. സോ ദാറ്റ് ഈസ് 9 × 10⁻13. നോക്കൂ, ഈ വാല്യൂ വെരി ഹൈ വാല്യൂ കമ്പയർഡ് ടു 3 × 10⁻6 വോൾട്ട്. അതായത് ഇതിൻ്റെ എയറിന് ഇത്രയും ഇലക്ട്രിക് ഫീൽഡ് എവിടെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ എന്തായാലും ആ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല, കംപ്ലീറ്റ് ആയിട്ട് ലീക്കായിട്ട് പോകും. അതായത് നോട്ട് പോസിബിൾ, ദ ചാർജ് വിൽ ലീക്ക് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതാണ് ഡയലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓരോ മീഡിയത്തിനും ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ട്. ആ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിലും കൂടിയ തരത്തിലുള്ള ഒരു ചാർജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുകയും അവിടെ ലീക്കേജ് നടക്കുകയും സംഭവിക്കും. ഇതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ഫെറ്റിലുള്ള ഒരു കപ്പാസിറ്റർ ലാബ് എന്നുള്ള അനിമേഷൻ ഉണ്ട്, അതിൽ കൂടി ഒന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് ആദ്യം ഒന്നുകൂടി പറയാണ്. ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ. അതായത് ഞാൻ അവിടെ എടുത്തിരുന്ന നമ്മുടെ സ്ഫെറിക്കൽ കണ്ടക്ടേഴ്സ് ആയിരുന്നു. ഇവിടെ 2 പാരൽ പ്ലേറ്റ്സുകളാണ്. ഒരു പ്ലേറ്റ് ഇവിടെ, ഒരു പ്ലേറ്റ്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ അറേഞ്ച്മെൻറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളിതിനെ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഓക്കെ, ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ചാർജ് ഒന്നും കാണുന്നില്ല. എന്തായിരിക്കും കാരണം? നോക്കൂ, ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ്. ഞാൻ കുറച്ച് വോൾട്ടേജ് കൂട്ടി. എന്നിട്ട് അതിൻ്റെ പ്ലേറ്റ് ചാർജ് എത്രയും നോക്കി. എത്ര പ്ലേറ്റ് ചാർജ്? 0.67 × 10⁻13 കുളമാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ചാർജ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജാണ്, ഇവിടെ നെഗറ്റീവ് ചാർജാണ്. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് ക്ലിയർ ആയല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് എങ്ങോട്ടാ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇനി നമ്മളെന്താ പറഞ്ഞത്? ഞാനിതിൻ്റെ വോൾട്ടേജ് കുറച്ച് കൂട്ടാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഇപ്പോൾ എങ്ങനെ അറിയാം? ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമുക്കൊരു വോൾട്ട്മീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ വോൾട്ട്മീറ്റർ എടുത്ു. വോൾട്ട്മീറ്റർ ഇവിടെ പോസിറ്റീവ് കൊടുത്തു, കണക്ട് ചെയ്തു. ഇവിടെ നെഗറ്റീവ് പ്ലേറ്റ് കൊടുത്തു. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.761 വോൾട്ടേജാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കിട്ടിയ പ്ലേറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 0.67 × 10⁻13 കുളമാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിൻ്റെ വോൾട്ടേജ് കുറച്ചങ്ങ് കൂട്ടാൻ പോവാണ്. കുറച്ച് കൂട്ടി. ഓക്കെ, വോൾട്ടേജ് കുറച്ച് കൂട്ടി. നോക്കൂ, വോൾട്ടേജ് വളരെ കൂട്ടി. 1.237 വോൾട്ട് ആയപ്പോൾ അതിൻ്റെ പ്ലേറ്റ് ചാർജ് ഒരുപാട് കൂടി. ഇനി നമുക്ക് നെഗറ്റീവ് ആക്കാം. നോക്കൂ, തിരിച്ചാക്കാം, റിവേഴ്സ് ചെയ്യാം. അതായത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഇവിടെ എന്തായി? നെഗറ്റീവ് ആയി കഴിഞ്ഞു. അപ്പോൾ പ്ലേറ്റ് ചാർജ് ഈ തരത്തിലായി കഴിഞ്ഞു അല്ലേ? 0.17 × 10⁻13 കുളം. ഓക്കെ, ക്ലിയറല്ലോ? അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ബാറ്ററി റിവേഴ്സ് ചെയ്തും ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ക്യൂവും അതുപോലെ വിയും കൂടുന്ന സമയത്ത് എന്താണ് കപ്പാസിറ്റൻസ് വരാൻ നോക്കാം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 0.729 വോൾട്ട് എന്നാണ്. അതിൻ്റെ പ്ലേറ്റ് ചാർജ് വാല്യൂ 0.65 × 10⁻13 ആണ്. ഇപ്പോൾ കിട്ടിയ കപ്പാസിറ്റൻസ് 0.89 × 10⁻13 ഫാരഡാണ്. ഓക്കെ, ഇനി ഞാനിതിൻ്റെ വോൾട്ടേജ് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ഓക്കെ, വോൾട്ടേജ് കുറച്ചു കണ്ടോ, 0.46 നമ്മൾ തൽക്കാലം പോസിറ്റീവിന് എടുക്കാം. ഓക്കെ, നോക്കൂ 0.287 നോക്കൂ. അപ്പോൾ നോക്കുകയുള്ളൂ, അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ 0.89 × 10⁻13 തന്നെ. പക്ഷേ ചാർജ് കുറഞ്ഞു. നിങ്ങൾ കപ്പാസിറ്ററിലേക്ക് തന്നെ നോക്കുക, ഞാൻ വോൾട്ടേജ് കൂട്ടി, അപ്പോഴും എന്ത് സംഭവിക്കുന്നില്ല? കപ്പാസിറ്റൻസ് വാല്യൂ മാറുന്നില്ല. എന്താ കാരണം? C = Q/V ആണ്. Q കൂടുമ്പോൾ V കൂടുന്നു, Q കുറയുമ്പോൾ V കുറയുന്നു. സോ ദ കപ്പാസിറ്റൻസ് വാല്യൂ ഈസ് നോട്ട് ചേഞ്ചിങ്. പക്ഷെ നമുക്ക് കപ്പാസിറ്റൻസ് മാറ്റാം. നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതായത് റേഡിയസിനനുസരിച്ച് ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ റേഡിയസിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ കൂടുന്നു. C = 4πε0 R ആണ്. R കൂടുമ്പോൾ C കൂടുന്നു. ഇവിടെ എടുത്തിരിക്കുന്നത് സ്ഫെറിക്കൽ കപ്പാസിറ്റർ അല്ല, വേറെ തരത്തിലുള്ള കപ്പാസിറ്റർ ആണ്. അതായത് ഇത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമ്മൾ അടുത്ത ടോപ്പിക്കിൽ മനസ്സിലാക്കും. ഞാൻ ഇതിൻ്റെ വാല്യൂ കുറച്ച് കൂട്ടുകയുണ്ടോ അങ്ങനെയൊക്കെ സമയത്ത് കണ്ട സിയുടെ വാല്യൂ ഉണ്ടോ കൂടും കുറയും ചെയ്ത് നമുക്കിതിൻ്റെ സെപ്പറേഷൻ കൂട്ടാൻ കുറയ്ക്കാം. അതുപോലെ പ്ലേറ്റ് ഏരിയ
പ്ലേറ്റ് ഏരിയ കൂട്ടും കുറയ്ക്കുമ്പോഴൊക്കെ അതനുസരിച്ച് സിയുടെ വാല്യൂ മാറുന്നതായിട്ട് മനസ്സിലാക്കാം. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഞാൻ ഈ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. ഇപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വോൾട്ടേജ് 0.824 വോൾട്ടാണ്. ഇവിടുത്തെ പ്ലേറ്റ് ചാർജ് എന്ന് പറയുന്നത് 0.74 × 10⁻13 കൂളമാണ്. ഞാനിത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കിക്കോളൂ. നോക്കൂ, ഒരു മാറ്റവും ഇല്ല. 0.824 വോൾട്ട് തന്നെയാണ്. അതുപോലെ പ്ലേറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജിൻ്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് കപ്പാസിറ്ററിൻ്റെ ബേസിക് ഐഡിയാസ്. ഇപ്പോൾ കപ്പാസിറ്റർ എന്താണെന്ന് മനസ്സിലാക്കി, കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്നുള്ള ക്വാണ്ടിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ, അതേപോലെ ഡയലക്ട്രിക് സ്ട്രെങ്ത്. ഞാനിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ 2.11 എന്നുള്ള ടോപ്പിക്ക് അല്ലെ കൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ച് വിശദമായി ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.